ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷിക്കാത്തതിൽ രാജ്യസഭയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. ഇത് സംബന്ധിച്ച് സംസാരിക്കവേ പ്രിയങ്ക ഗാന്ധി എംപിയുടെ മൈക്ക് ഓഫ് ചെയ്തത് വലിയ വിവാദമായി. പാക് സൈന്യം കീഴടങ്ങുന്ന ചിത്രം പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും നീക്കം ചെയ്തതായി ചൂണ്ടിക്കാട്ടി പ്രിയങ്ക ഗാന്ധി അത് യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. എല്ലാ വർഷവും ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം സർക്കാർ ഇക്കാര്യം പാർലമെന്റിൽ പരാമർശിക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധിച്ചതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ബംഗ്ലാദേശിന്റെ നേരെ കണ്ണടച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് യുദ്ധത്തിനിറങ്ങാനും വിജയം വരിക്കാനും കഴിഞ്ഞതെന്ന് പ്രിയങ്ക പറഞ്ഞു. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് പ്രിയങ്കയുടെ മൈക്ക് ഓഫ് ചെയ്യപ്പെട്ടത്. ഇതോടെയാണ് സഭയിൽ ബഹളം തുടങ്ങിയത്. ഇപ്പോഴും ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയാണ്. എന്നാൽ പ്രധാനമന്ത്രിയും BJP സർക്കാരും മൗനം പാലിക്കുകയാണ്. അത് പാടില്ല. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും നീക്കം ചെയ്ത ആ വിജയ് ചിത്രം അവിടെ പുനഃസ്ഥാപിക്കണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടു. എന്നാൽ പ്രിയങ്ക സംസാരിക്കുന്നതിനിടെ 3 തവണ അവരുടെ മൈക്ക് ഓഫ് ചെയ്യപ്പെട്ടു. ഇതിന് പിന്നാലെ കോൺഗ്രസ് പ്രതിഷേധമുയർത്തുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു. പലസ്തീൻ എന്ന ആലേഖനം ചെയ്ത ഭാഗമായി പ്രിയങ്ക ഗാന്ധി വാഗ്ധര ലോക്സഭയിൽ എത്തിയതിനെ ചൊല്ലി വിവാദം. പലസ്തീൻ എന്ന വാക്കും പലസ്തീൻ ചിഹ്നങ്ങളും ബാഗിലുണ്ടായിരുന്നു. BJP MP സാംബിത് പത്രയാണ് വിമർശനവുമായി ആദ്യം എത്തിയത്. അവർ അവരുടെ ആളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന കുറിപ്പോടെ നരേന്ദ്രമോദിയുടെ ചിത്രവും അദ്ദേഹം പങ്കുവച്ചു. അനുകമ്പയോടും നീതിയോടും മാനവികതയോടുമുള്ള പ്രതിബദ്ധതയാണ് ബാഗിലൂടെ പ്രിയങ്ക നൽകുന്ന സന്ദേശമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി.